അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിമീങ്ങളുടെ പ്രമാണം ഖുർആനാണ്, ഹദീസാണ്, ഇജ്മാ ആണ്, ഖിയാസാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നതല്ലാതെ മുസ്ലിമീങ്ങളുടെ ആരാധനാ കർമ്മങ്ങളിൽ ഒന്നും ചെയ്തുകൂടാ. ഇതിന് വിരുദ്ധമായിട്ടുള്ളത് ഒന്നും ചെയ്തുകൂടാ. ഇതാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും. എന്നാൽ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആനും സുന്നത്തും മുറുക്കെ പിടിക്കും എന്ന് പറയുകയല്ലാതെ അവർ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി ചെയ്യുന്നവരും ഖുർആനും സുന്നത്തും അംഗീകരിക്കാത്തവരുമാണ് എന്ന് പലവരും പറഞ്ഞതാണ്. എന്നാൽ അത് സമസ്തക്കാരുടെ ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും അതിനെ തള്ളാറാണ് പതിവ്. എന്നാൽ അങ്ങനെയല്ല, സമസ്തക്കാർ പറയുന്നത് തന്നെയാണ് ശരി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമാണ് ഹനീഫ് കായക്കൊടിയുടേത്. അയാൾ പറയുന്നത് മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളാണ് നമുക്ക് പ്രമാണം. അത് വായിക്കുന്നത് ഇല്ലാതായതോടുകൂടിയാണ്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതായതോടുകൂടിയാണ് വഹാബിസത്തിന്റെ തൗഹീദിൽ മാറ്റം വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഹനീഫ കായക്കൊടി പറയാൻ കാരണമെന്താണ് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം. വിസ്ഡത്തിന്റെ അറിയപ്പെടുന്ന പ്രവർത്തകന്മാരിൽ 90% വിശ്വാസം വിഷ്ടം എന്ന ഗ്രൂപ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാവാൻ കാരണമെന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഫൈസൽ മൗലവി ആരാണെന്നും നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് പണ്ട് ആദർശം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളെ മാറ്റി നിർത്താം. അതല്ലാത്ത ആളുകളുടെ മുഴുവൻ വിശ്വാസം ഹനീഫ് കായക്കൊടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിന്നുപൂജകരാണവർ, വിഷ്ടം ജിന്നൂരികളാണവർ, വിഷ്ടം കുബൂരികളാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ഒരാൾ അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മഴയെ തേടണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവില്ല എന്നാണ്. ഫൈസൽ മൗലവി ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ജിന്നിനോട് സഹായം ചോദിക്കൽ കേവലം മനുഷ്യനോട് സഹായം ചോദിക്കുന്നത് പോലെ അനുവദനീയമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധന നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഞങ്ങൾക്ക് മഴ പെയ്യിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് പറയണം. അങ്ങ് മഴ പെയ്യിക്കണമെന്നല്ല, ഞങ്ങൾക്ക് മഴയില്ല, അങ്ങ് അള്ളാഹിനോട് പറയണം ഞങ്ങൾക്ക് മഴ തരാൻ. ഇങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വിസ്ഡം വിഭാഗത്തിലെ ഭൂരിപക്ഷം ആളുകളും. അതൊരിക്കൽ അറിയാതെ ഫൈസൽ മൗലവിയുടെ നാവിലൂടെ പുറത്തേക്ക് വന്നതല്ല. അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ സഹായാർത്ഥന നടത്തൽ ശിർക്കല്ല എന്ന് പ്രമാണങ്ങളിൽ ഉള്ളതായി അദ്ദേഹത്തിന് മനസ്സിലായി. സ്വാഭാവികമായും വഹാബി ആദർശങ്ങൾക്ക് എതിരായിക്കൊണ്ട് ഫൈസൽ മൗലവി പ്രമാണങ്ങളിൽ കണ്ടപ്പോൾ കാഞ്ഞങ്ങാട് മുഖാമുഖത്തിൽ വെച്ച് തുറന്നു പറഞ്ഞപ്പോൾ ഹനീഫ് കായക്കൊടിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വഹാബി ആദർശത്തിന് എതിരെ പറഞ്ഞ ഫൈസൽ മൗലവിയെ ഖുബൂരി എന്ന് വിളിച്ചു, ചോദ്യം ചെയ്തു, അയാളെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. എന്താണ് അതിന് കാരണമായിട്ട് ഹനീഫ് കായക്കൊടി പറയുന്നത്? നമുക്ക് അയാളിൽ നിന്ന് തന്നെ കേട്ടു നോക്കാം. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ വിശ്വാസം ആളുകളുടെ മനസ്സിൽ കടന്നു വന്നത്? ഫൈസൽ മൗലവി പിഴച്ചു പോകാൻ കാരണം എന്താണ്? ഈ സംഘടനയുടെ ആദർശം എന്നവർ പഠിച്ചില്ല. യഥാർത്ഥത്തിൽ വഹാബി ആദർശം ഫൈസൽ മൗലവി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആദർശത്തിനെതിരായി പ്രമാണം കണ്ടപ്പോൾ വഹാബി ആദർശം ആ വിഷയത്തിൽ തള്ളി എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാരണം ഹനീഫ് കായക്കൊടി പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആ കൊട്ടപ്പുറം സംവാദവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പുസ്തകമുണ്ട്. അതെങ്കിലും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ ജീർണമായ വിശ്വാസം വിസ്ഡം പ്രവർത്തകന്മാരുടെ മനസ്സിൽ കടന്നു വരുമായിരുന്നില്ല. കൊട്ടപ്പുറം സംവാദത്തിൽ നമ്മുടെ നേതാക്കന്മാർ സുന്നികൾക്കെതിരെ
കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്, വിശുദ്ധമായ ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ ശിർക്കാണെന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ. ആ ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നല്ല ഹനീഫ് കായക്കോട് ചോദിച്ചത്. ഈ ചരിത്രം അറിയുന്ന, ഈ പുസ്തകം ഒരിക്കലെങ്കിലും വായിച്ച ഒരാൾക്കും ഈ പിഴച്ചവാദം ഉന്നയിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. കൊട്ടപ്പുറം സംവാദത്തിൽ അമ്പെ പരാജയപ്പെട്ട വഹാബികൾ അനുയായികളുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷ നേടാനും അനുയായികളിൽ നിന്ന് മുഖം രക്ഷിക്കാനും അനുയായികളെ സോപ്പിട്ട് നിർത്താനും വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ എഴുതി വച്ച ഒരു പുസ്തകമുണ്ട് പോലും. ആ പുസ്തകം ഫൈസൽ മൗലവി വായിച്ചിരുന്നെങ്കിൽ കൊട്ടപ്പുറം സംവാദത്തില് മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല എന്ന് ഖുർആനിന്റെയും മറ്റ് പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെളിയിച്ച ആ വാദത്തിലേക്ക് ഫൈസൽ മൗലവി പോകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഈ ഒരു വായന, പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്, പ്രസിദ്ധീകരണങ്ങൾ വായിച്ചുകൊണ്ട്, അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചുകൊണ്ട് ആദർശം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ഒരു രീതി നമ്മളുടെ ജീവിതത്തിൽ നിന്നില്ലാതായി പോയി എന്നതാണ്. നിങ്ങൾ ഖുർആൻ സ്വീകരിച്ചില്ല, നിങ്ങൾ ഹദീസ് സ്വീകരിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പിഴവിലേക്ക് നിങ്ങൾ പോയത് എന്നല്ല ഫൈസൽ മൗലവിക്ക് കൊടുക്കുന്ന ഉപദേശം. അൽ മനാർ, അൽ ഇസ്ലാഹ് മാസിക, വിചിന്തനം, ശബാബ് തുടങ്ങിയിട്ടുള്ള വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാതെ പോയി ദേവീ ദേവന്മാരെയും പൂജിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ അമാനി മൗലവിയുടെ പരിഭാഷ അതൊന്നും വായിക്കാത്തത് കൊണ്ടും ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഫൈസൽ മൗലവി ഇസ്തിഗാസ ശിർക്കല്ല എന്നത് കണ്ടതുകൊണ്ടുമാണ് വഹാബികളുടെ പിഴച്ച ആശയം തെറ്റാണെന്ന് ഫൈസൽ മൗലവി പറഞ്ഞത് എന്നാണ് ഹനീഫ് കായക്കൊടി പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, ഈ വഹാബി മൗലവിമാർ എങ്ങോട്ടാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും പകരം അവർ എഴുതിയുണ്ടാക്കിയ ശിർക്കൻ വിശ്വാസങ്ങൾ അടങ്ങിയ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയുമാണ് ഈ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമുണ്ടോ? മുസ്ലിമീങ്ങൾ ചിന്തിക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.